ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ബി ലൈറ്റ് എന്ന ചാനലിലൂടെ നിങ്ങളുമായി സന്ദർശിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ ചിന്തയ്ക്കായി എടുക്കുന്നത് ദൈവ ആത്മാവിനെ ദുഃഖപ്പെടുത്താതെ നമ്മൾ എങ്ങനെ സംസാരിക്കണം, ഒരു ആത്മീയ വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എഫേസ്യസ് ലേഖനം 4 അധ്യായം 29 വാക്യത്തിൽ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ വർദ്ധിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും സംസാരിക്കരുതെന്ന്. അതായത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധനവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിന് ഇഷ്ടമുള്ള വാക്കുകൾ മാത്രമേ സംസാരിക്കാവുള്ളൂ. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ കൂടുതൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ചീത്ത വാക്കുകൾ മാത്രമല്ല, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള വാക്കുകൾ സംസാരിക്കുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ, ആത്മീക വർധനവ് വർദ്ധിക്കുവാൻ വേണ്ടി ആശ്വാസത്തെ പകരുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കണം. അങ്ങനെയുള്ള ഒരു വാക്കുകളിലൂടെയാണ് ദൈവാത്മാവ് നമ്മളിൽ ഉള്ളിൽ വരുവാനായിട്ട് നമ്മളെ സഹായിക്കും. അത് അല്ലാത്ത പക്ഷം നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്രൂശെടുത്ത് കഴുത്തിലിട്ടത് കൊണ്ടോ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും ആകുന്നില്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ അത് പ്രകടമാക്കണം. അപ്പൊ ആ വർധനവ് വരണമെങ്കിൽ യേശുവിന് ഇഷ്ടമുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കണം. മറ്റുള്ളവർക്ക് ആദരണീയരായ ഒരു വാക്കുകൾ സംസാരിച്ച് അവരുടെ ദുഃഖങ്ങളിൽ നിൽക്കുമ്പോൾ ആശ്വാസമായ വാക്കുകൾ സംസാരിക്കണം. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരെ ദുഃഖപ്പെടുത്താതെ, അതായത് മറ്റുള്ളവരെ നമ്മൾ ദുഃഖപ്പെടുത്തുന്നു എങ്കിൽ അത് ദൈവ ആത്മാവിനെ ദുഃഖപ്പെടുത്തുന്നു എന്നതാണ്. അത് കോപവും വിദ്വേഷവും ഉള്ള രീതിയിലുള്ള ഒരു കുറ്റവും ദൂഷണവും ഒന്നും നമ്മൾ പറയാൻ ഇടയാകരുത്. അങ്ങനെ ദുർഗുണങ്ങളെ നിങ്ങൾ വിട്ട് ഒഴിയുമെങ്കിൽ സകല ദുർഗുണങ്ങളെയും നിങ്ങൾ വിട്ട് ഒഴിയട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവ് ഉള്ളവരുമായിരിക്കണം. മറ്റുള്ളവരോടുകൂടി മനസ്സലിവ് ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ദൈവം ക്രിസ്തുവിനോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള മനസ്സ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ എഫേസ്യസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൃപകൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നല്ല ഒരു ആത്മീക വർധനവിന് വേണ്ടി നല്ല വാക്കുകൾ ഉപയോഗിക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ.